നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ബാധിച്ചുവോ? ഉണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫുർഖാനിലെ ആയത്തിന് എതിരല്ലേ എന്നായിരുന്നു ഒരു ചോദ്യം. അതായത് മുമ്പ് വ്യാപകമായി മടവൂരികൾ പ്രചരിപ്പിച്ച ഒരു പ്രചാരണമായിരുന്നു അത്. വിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പരാമർശിക്കവേ പറഞ്ഞു, വഖാല ളാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ. അക്രമികളായ ആളുകൾ പറയുന്നു, മസ്ഹൂറായ സിഹർ ചെയ്യപ്പെട്ട ഒരാളെയല്ലാതെ നിങ്ങൾ പിൻപറ്റുന്നില്ല എന്ന് അക്രമികൾ പറയുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. അപ്പോൾ നബിക്ക് സിഹർ ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ നബിക്ക് സിഹർ ബാധിച്ചു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അക്രമികളുടെ ആരോപണത്തെ ശരിവെക്കലല്ലേ എന്നാണ് ഉന്നയിക്കപ്പെടാറുള്ള സംശയം. യഥാർത്ഥത്തിൽ അവർ ആരോപിച്ചത് വേറെ, സിഹർ ചെയ്യപ്പെട്ടുവെന്ന ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യം വേറെ. രണ്ടും രണ്ടാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ചെയ്യപ്പെട്ടുവെന്ന ഹദീസ് ഇമാം ബുഖാരി, മുസ്ലിം അടക്കമുള്ളവർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക ഹദീസ് ഗ്രന്ഥങ്ങളിലും അത് സ്ഥാനം പിടിച്ചിട്ടുമുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ 6 തവണ ആവർത്തിച്ച് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസാണ് അത്. സ്വഹീഹ് മുസ്ലിമിലും ആ ഹദീസ് ഉണ്ട്. ലബീദ് ഇബ്നു അഅ്സം എന്ന് പറയുന്ന ജൂതനായ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ സിഹർ ചെയ്തു. ഈത്തപ്പനയുടെ കുലയുടെ ഒരു പോള, അതും വാർന്നിട്ട മുടിയും ചീർപ്പും ഉപയോഗിച്ചുകൊണ്ട് സിഹർ ചെയ്യുകയും ദർവാൻ എന്ന് പറയുന്ന ഒരു കിണറ്റിൽ അത് നിക്ഷേപിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചില ഉന്മേഷക്കുറവുകൾ അനുഭവപ്പെട്ടു. പ്രധാനമായും ഭാര്യമാരെ സമീപിക്കുന്നിടത്താണ് നബി തങ്ങൾക്ക് അതിന്റെ സ്വാധീനം ഉണ്ടായത്. അല്ല സിഹർ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ അർത്ഥം നബി തീരെ അന്തംജാതങ്ങനെ കുറെ കാലം നടന്നു എന്നുള്ളതല്ല. സമീപിക്കാൻ ഉദ്ദേശിക്കുന്നു, പക്ഷെ സാധിക്കുന്നില്ല. ഇതാണ് നബി തങ്ങൾക്ക് പ്രധാനമായും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു പ്രയാസം. സിഹറിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗവും അതാണ്. സൂറത്ത് ബഖറയിൽ അല്ലാഹു തആല 102-ാമത്തെ ആയത്തിൽ സിഹറുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചപ്പോൾ പറഞ്ഞതും വയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി. ഒരു മനുഷ്യന്റെയും അവന്റെ ഭാര്യയുടെയും ഇടയിൽ വേർപിരിക്കുന്ന കാര്യം സിഹർ മുഖേന അവർ പഠിക്കുന്നു എന്നാണ് 102-ാമത്തെ ആയത്തിൽ സൂറത്ത് ബഖറയിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. സിഹർ പലതരത്തിലുണ്ട്. ആളെ തന്നെ കൊന്നുകളയാൻ പര്യാപ്തമായ സിഹർ വരെ ഉണ്ട് എന്ന് അതുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. താൽക്കാലികമായ രോഗമുണ്ടാക്കുന്നവയുണ്ട്. അതേപോലെ ചില പ്രത്യേകമായ സമയങ്ങളിൽ മാത്രം ചെറിയ പ്രയാസമുണ്ടാകുന്ന, അല്ലാത്ത സമയത്തൊന്നും പ്രശ്നമില്ല. ചില ആൾക്ക് മഗ്‌രിബിന് ശേഷം അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ, അതല്ലെങ്കിൽ സുബഹിയുടെ കുറച്ച് മുമ്പ്, ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേക സമയങ്ങളിൽ മാത്രം ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള സിഹറുകൾ, അത് ചെയ്യുന്ന ശൈലിയും ചെയ്യപ്പെടുന്ന ആളുടെ ശൈലിയും അത് ചെയ്യാൻ ഉപയോഗിച്ച പിശാചിന്റെ കാര്യങ്ങളും എല്ലാം അടിസ്ഥാനമാക്കി അതിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു. അക്രമികൾ നബിയെ കുറിച്ച് ആരോപിച്ചത് റജുലുൻ മസ്ഹൂറാണ്, സിഹർ ബാധിതനായ ഒരു മനുഷ്യനാണ് എന്ന് അക്രമികൾ ആരോപിച്ചത് നബിക്ക് ലബീദ് സിഹർ ചെയ്തു, ആ സിഹർ ഏറ്റു എന്ന അർത്ഥത്തിലല്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലല്ല, നബിയല്ല, ഖുർആൻ ദൈവികമല്ല, ഇയാൾക്ക് ആരെല്ലാമോ കൂടി സിഹർ ചെയ്ത് അത് മുഖേന ബുദ്ധിയുടെ നിലതെറ്റി ഭ്രാന്തനായി നടന്ന് ഭ്രാന്തമായ എന്തൊക്കെയോ വിളിച്ചു പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ. അല്ലാതെ ഇയാൾ നബിയോ അല്ല, ഇയാൾക്ക് പ്രത്യേകതയില്ല, ഇത് ഖുർആനുമല്ല എന്നതാണ് മക്കയിലെ മുശ്രിക്കുകളുടെ ആരോപണം. അത് ഇല്ല, അതുണ്ട്, ഒരിക്കലും ഇതുകൊണ്ട് വരുന്നുമില്ല. ഇനി സമാനമായി മുശ്രിക്കുകൾ ആരോപിച്ച ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഉദാഹരണമായി മുശ്രിക്കുകൾ എല്ലാ നബിമാരെയും കുറിച്ച് പറഞ്ഞു, മുഹമ്മദ് നബിയെ കുറിച്ചും പറഞ്ഞു, ഇയാൾ ഒരു ഷാഇറാണ്, കവിയാണെന്ന് പറഞ്ഞു. അല്ലാഹു തആല മറുപടിയും പറഞ്ഞു, വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗി ലഹു. നബിക്ക് നാം ശിഅർ, കവിത പഠിപ്പിച്ചിട്ടില്ല. വമാ യംബഗി ലഹു, ആ കവിത നബിക്ക് യോജിക്കുകയുമില്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വ ഖുർആനും മുബീൻ.
ഇത് വ്യക്തമായ ഒരു ഉത്ബോധനമാണ്, ഖുർആനാണ് എന്ന് അല്ലാഹു അവിടെ പറഞ്ഞു. അപ്പൊ നബിയല്ല എന്നും നബിയുടെ ഈ വചനങ്ങൾ ദൈവീകമല്ല എന്നും അത് കേവലം കവിതയാണ് എന്നുമാണ് അവരുദ്ദേശിച്ചത്. അപ്പൊ അല്ലാഹു പറഞ്ഞു നബി കവിയല്ല, ഖുർആൻ കവിതയല്ല, ഖുർആൻ ദിക്റാണ്, ഖുർആനും മുബീനാണ്. എന്നാൽ ബുഖാരി മുസ്ലിം അടക്കമുള്ള മറ്റു ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കവിത ചൊല്ലി എന്ന് നമ്മൾ കാണും. നബി കവിത ചൊല്ലി. ഖന്തഖ് യുദ്ധത്തിൽ കിടങ്ങ് കുഴിക്കുമ്പോൾ നബി തങ്ങൾ ചൊല്ലിയ ബൈത്ത് അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ തസദ്ദഖനാ വലാ സല്ലൈനാ തുടങ്ങിയ ആ പദ്യം നബി ചൊല്ലിയ പദ്യമാണ്. അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറൽ ആഖിറ ഫൻസുരിൽ അൻസാറ വൽ മുഹാജിറ നബി തങ്ങൾ ചൊല്ലിയ പദ്യമാണ്. ഇങ്ങനെ നബി തങ്ങൾ പദ്യം ചൊല്ലിയത് പലയിടത്തും കാണും. ഒരാള് പറയാ നബി പദ്യം ചൊല്ലി എന്ന ഹദീസൊക്കെ ഖുർആനെതിരാണ്. കാരണം ഖുർആനിലുണ്ട് മുസ്ലിക്കീങ്ങൾ ആരോപണം നബി കവിയാണ് എന്ന്. നബി കവിത ചൊല്ലി എന്ന് പറഞ്ഞാൽ നബി കവിയാണ് എന്ന ആരോപണം ശരിയായില്ലേ, അതുകൊണ്ട് ആ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് എത്രമാത്രം മൗഢ്യമാണോ അതുപോലെ മൗഢ്യമാണിത്. മറ്റൊന്ന് എല്ലാ അമ്പിയാക്കളെയും കുറിച്ച് പറഞ്ഞു, മുഹമ്മദ് നബിയെ കുറിച്ചും പറഞ്ഞതാണ്. ഇതെന്ത് നബിയാണ്? ഭക്ഷണം കഴിക്കുന്നു, അങ്ങാടി കടക്കുന്നു, ഇതാണോ നബീൻ? അപ്പൊ ഓല കണക്കിന് നബി എന്ന ഭക്ഷണം കഴിക്കാനും പാടില്ല, അങ്ങാടിക്ക് ഇറങ്ങാനും പാടില്ല, ഒരു പ്രത്യേകമായ രൂപത്തിൽ എവിടെയൊക്കെ പോയി പ്രത്യേകമായി ഇരിക്കണം. അപ്പൊ ഇയാൾ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, ഇയാൾ അങ്ങാടിക്ക് ഇറങ്ങുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇയാൾ എന്ത് നബിയാണ്? ബുഖാരി മുസ്ലിം അടക്കമുള്ള ഉദ്ധരിച്ച ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ കാണാം നബി തങ്ങൾ റൊട്ടി തിന്നു. അപ്പൊ ഇഷ്ടം പോലെ അത് പറയണ്ട, നബി റൊട്ടി തിന്നു എന്ന് പറഞ്ഞാല് ഒരു ആരോപണം ശരിയായല്ലോ എന്നൊരാൾ പറയോ? ഇല്ലല്ലോ. അന്നും ഇന്നും നബി തങ്ങൾക്കെതിരെ പറയുന്ന ഒരു ആരോപണമാണ് നബി തങ്ങൾ സ്ത്രീ താല്പര്യക്കാരനാണ്. എന്താ കാരണം പറഞ്ഞത്? 10ലേറെ വിവാഹങ്ങൾ കഴിച്ചു. ഹദീസിൽ കാണാൻ നബി തങ്ങൾ 10ലേറെ വിവാഹം കഴിച്ചത്. ഒരാള് പറയാ നബി ഒറ്റ വിവാഹം കഴിച്ചിട്ടുള്ളൂ, 10ലേറെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാല് ഒരാരോപണം ശരിയാകും എന്ന് പറഞ്ഞാലോ? ആകെ ഒറ്റൊന്ന് കഴിച്ചിട്ട് ബാക്കിയൊക്കെ വെറുതെ ഉണ്ടാക്കിയില്ല, അതൊന്നും ഉണ്ടെന്ന് സമ്മതിക്കണ്ട. അത് സമ്മതിച്ചാല് അവൻ നബിയെ കുറിച്ച് പറഞ്ഞ ആരോപണം ശരിയാകുമല്ലോ എന്ന് പറയാൻ പറ്റുമോ? നേരെ മറിച്ച് വിവാഹം കഴിച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ മറവിൽ അവർ എന്താണോ നബിയെ കുറിച്ച് ആക്ഷേപിക്കാൻ ശ്രമിച്ചത് അത് യാഥാർത്ഥ്യമല്ല. സ്ത്രീ താല്പര്യം കൊണ്ടല്ല വിവാഹം കഴിച്ചത്. പ്രത്യേക സാഹചര്യങ്ങളിൽ കഴിക്കേണ്ടി വന്നപ്പോൾ, വേറെ മാർഗമില്ലാതായപ്പോൾ നബി തങ്ങൾ അത്തരം സ്ത്രീകളെ ഏറ്റെടുത്തുവെന്നാണ് വസ്തുത എന്ന് പറഞ്ഞു കൊടുക്കണം. കവിത ചൊല്ലിയിട്ടുണ്ട്, പക്ഷെ കവിയല്ല. ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അങ്ങാടിക്ക് ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നബി അല്ലാതിരിക്കുന്നില്ല എന്ന പോലെ സിഹർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അവര് പറഞ്ഞ മസ്ഹൂർ ഏതോ തന്റെ മരണം ബാധിച്ച് ബുദ്ധിയെല്ലാം തെറ്റി വിളിച്ചുകൂവുന്ന എന്തോ ചില പദപ്രയോഗങ്ങൾ എന്ന് ഈ ഖുർആനെ പറ്റി പറയാവൂ എന്ന അവരെ ആരോപണം അത് ശരിയല്ല എന്നേ അതിനർത്ഥമുള്ളൂ. മാത്രവുമല്ല ഈ ആയത്ത് വിശദീകരിച്ച 100 കണക്കായ ഖുർആൻ വ്യാഖ്യാതാക്കൾ സ്വഹാബത്ത് മുതൽ ഇങ്ങോട്ടുള്ളവർ അവരാരും ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇതിനെതിരായിട്ട് ഹദീസ് ഉണ്ട്, നിങ്ങൾ വിശ്വസിക്കാൻ പോണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഈ ഹദീസ് ഇമാം ബുഖാരി 6 പ്രാവശ്യം ഉദ്ധരിച്ചു. ഇമാം ബുഖാരി ഹെഡിങ് കൊടുത്തത് തന്നെ ബാബു സുഹിറൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ സിഹർ ചെയ്യപ്പെട്ടു എന്ന അധ്യായം എന്നാണ്. സ്വഹീഹ് ബുഖാരിക്ക് 300ഓളം വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. ആ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എഴുതിയ ഒരൊറ്റ വ്യാഖ്യാന ഗ്രന്ഥത്തിലും ഈ ഹദീസ് ഖുർആനെതിരാണ് എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് തോന്നുക അതിനെതിരാണല്ലോ, അങ്ങനെ തോന്നിയ ഒരുപാടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മത്സ്യം കഴിക്കാൻ പാടില്ല. ഖുർആൻ അല്ലാഹു പറഞ്ഞാണ് ഹുരിമത് അലൈക്കുമുൽ മൈത്തതു, നിങ്ങൾക്ക് ശവം ഹറാമാകുന്നു. ശവം ഹറാമാകുന്നു, മത്സ്യം അനുവദനീയമാണ്. ഹദീസ് കാണാം. ഒരുത്തിന് വേണേ എന്ത് പറയാ, അത് ഖുർആനെതിരാ. ഖുർആൻ പറഞ്ഞ ശവം ഹറാം, പിന്നെ എങ്ങനെ മത്സ്യം ഹലാൽ എന്ന് പറയാ? അതുകൊണ്ട് ചത്ത മീൻ ഞാൻ തിന്നൂല, വേണമെങ്കിൽ ജീവനുള്ള മീനെ കൊണ്ടുപോയി അറുത്തിട്ട് തിന്നാന്നല്ലാതെ ചത്ത മീൻ ഞാൻ കഴിക്കൂല. ആ ഹദീസ് ഖുർആനെതിരാണ് എന്ന് പറയോ? ഇല്ല, അത് ഖുർആൻ വിശദീകരണമാണ്. ഖുർആനിൽ ശവം ഹറാം എന്ന് പറഞ്ഞു, നബി വിശദീകരണം കൊടുത്തു. എന്ത്? ഉഹില്ലത്തിലനാ മൈത്തതാനി, 2 ശവം നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു, മത്സ്യവും വെട്ടുകിളിയും. അപ്പൊ അത് മറ്റൊരു ഒഴിവാന്ന് മനസ്സിലായി. സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്നും അങ്ങനെ സിഹർ ചെയ്യപ്പെട്ടാൽ എന്താണ് പരിഹാരമെന്ന് കൂടി മുസ്ലിം ഉമ്മത്തിന് ഖിയാമത്ത് വരെ അതിലൂടെ പഠിക്കാനും കഴിഞ്ഞു.
നേരെ മറിച്ച് ജാഹിലിയ്യ കാലത്ത് സിഹർ ചെയ്യപ്പെട്ടാലുള്ള പണി എന്താ? അതിലും വലിയ സാഹിറിനെ പോയി കാണുക. ശൈത്താനെ ഉപദ്രവം ഉണ്ടായാലും വേറെ ശൈത്താനെ പോയി പിടിക്കുക, തങ്ങളെടുത്ത് പോവുക, സിദ്ധനെടുത്ത് പോവുക. അപ്പൊ അത് ഇതിനും വലിയ ശൈത്താനാ. ഓനെടുത്ത് ചെല്ലുക. അപ്പൊ ഓനെന്ത് ചെയ്യും? ഓനെ ശൈത്താനിലൂടെ മറ്റേ ശൈത്താനെ വിവരം കൊടുക്കും. ഓൻ സംഗതി റെഡിയാണ്, ശിർക്ക് ചെയ്യാൻ തയ്യാറാണ്, എന്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞൊക്കെ ചെയ്യാൻ തയ്യാറാണ് എന്ന വിവരം അങ്ങോട്ട് കൊടുക്കുമ്പോ മറ്റേ ശൈത്താനെ മനസ്സിലായി, ഇനി ഇവരെ എടുങ്ങാറാക്കണ്ട, എന്റെ ആവശ്യം പോലെ നരകത്ത് കൊണ്ടുപോയതല്ലേ, അതിനിപ്പോ റെഡിയായല്ലോ, ശിർക്കും ചെയ്യാൻ തയ്യാറായല്ലോ, എന്റെ അടുത്ത് എത്തിയല്ലോ, അപ്പൊ ഇനി ഓനെ ബുദ്ധിമുട്ടാക്കണ്ട, തൽക്കാലം നിർത്തിവെക്കും, തൽക്കാലം ഷെറ് നിർത്തും. അതാണ് ചില മനുഷ്യന്മാർ തങ്ങളെടുത്ത് പോയി തങ്ങൾ പറഞ്ഞ ചെയ്തു, അത് ശരിയായല്ലോ അറിയും. ശരിയാവൂല നമ്മൾ കണ്ടിട്ട് കാര്യമില്ല, ഓന്റെ അനുഭവമാണ് ശരിയായത്, ഒരനുഭവമാണ്. തങ്ങൾ പറയും ആ പടിഞ്ഞാറ് ഭാഗത്തിലും ഒരു മൂച്ചുണ്ട്, അത് വെട്ടിയാ മതി, അതാണ് വെട്ടി, ഓനെ സോക്കിട് മാറുതാണ്ട് കാര്യമില്ല, ഓന്റെ അനുഭവമാണ്. പിന്നെ എന്തേ പറയേണ്ടത്? ഇത് പൈശാചികമാണ്. ശൈത്താൻ കൊടുത്ത നിർദ്ദേശം തങ്ങൾക്ക് ഇന്ന പണിയെടുപ്പിക്കുവാനെ കൊണ്ട് തങ്ങൾ നമ്മോട് പറഞ്ഞു, നമ്മൾ പോയി വെട്ടി. അപ്പൊ തങ്ങൾക്ക് മനസ്സിലായി ഇവന്റെ ഒപ്പുണ്ട്, ഞാൻ പറഞ്ഞൊക്കെ ചെയ്യും, എന്റെ വഴിക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, എന്റെ നിർദ്ദേശം പാലിക്കാൻ തയ്യാറാ, നരകത്ത് പോയാൽ റെഡിയാ, പിന്നെന്തിനാ എടുങ്ങാറാക്കണ്? പക്ഷെ അങ്ങനെ കിട്ടിയ സമനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ 6 മാസം 8 മാസം 1 കൊല്ലോ അത് നിലക്കൊള്ളു. അപ്പോഴേക്ക് പിന്നെ രണ്ടാമത് ഇങ്ങനെ തുടങ്ങുക അസുഖം. അപ്പൊ ഇവൻ തെയ്യും അന്ന് തങ്ങളെടുത്ത് പോയിട്ട് അസുഖമായത് അവിടെ പോയി നോക്കാന്നറിയും, നേരെ തങ്ങളെടുത്ത് കല്ലും. തങ്ങളെന്ത് ചെയ്യും? ഒരു നൂലോ ചരടോ എന്തെന്ന് കൊടുക്കും, ആ വാലിഡിറ്റി ഒന്നുകൂടി പുതുക്കി കൊടുക്കും. അപ്പൊ ശൈത്താൻ ടെസ്റ്റ് ചെയ്തതാ, ഇപ്പൊ ശിർക്ക് തന്നെ ഉണ്ടോ അതല്ല ഇവിടുന്ന് വിട്ടുവയ്ക്കണോന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ അവിടെ തന്നെ ചെന്നു. അപ്പൊ ശൈത്താനെ മനസ്സിലായില്ല, ഓൻ പഴിച്ചു പോയിട്ടില്ല, ഓൻ എന്റെ ഒപ്പം നരകത്ത് പോയ റെഡിയാണ്, എന്നാ പിന്നെ ഓനെടുങ്ങാറാക്കണ്ട. ഒരു 5-6 മാസം കഴിയുമ്പോൾ പിന്നെയും വരും. ഇത് മരിക്കണ വരെ ഈ തങ്ങളെ നൂലുമ വാങ്ങാണ്ട് പോയി കണ്ട് അവസാനം നരകത്ത് കണ്ടു പോകും. അപ്പോഴേ ശൈത്താന സമാധാനമാവുള്ളൂ. നമ്മളെന്തൊക്കെയാക്കോ ഏതാ തങ്ങളെടുത്ത് പോയതുകൊണ്ട് ഉമ്മാക്ക് പിന്നെ മരിക്കണ വരെ പിന്നെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, അത് അങ്ങനെ സുഖമായിട്ടോട് പോയി കിട്ടില്ല, നേരെ പോയി നരകത്തുക. ഇത് അറിയാത്തോണ്ടാ മനുഷ്യന്മാർ അവിടെ പോണത്. മറ്റേ ഓനെ നരകത്ത് കൊണ്ടുപോകാൻ വേണ്ടി ഇരിക്കണ ഏജന്റാണ് മനസ്സിലായാലോ, അസുഖം മാറിയും വേണ്ടില്ല, ആ വഴിക്ക് ഞാനില്ല എന്ന് പറയും. ഇതൊക്കെ മനസ്സിലാകാത്തത് കൊണ്ടാണ് യഥാർത്ഥ അന്ധവിശ്വാസത്തിൽ പോണത്. ചിലർ വിചാരിച്ചത് അതൊക്കെ പറഞ്ഞാല് ആൾക്കാർ അന്ധവിശ്വാസത്തേക്ക് പോകൂലേന്നാ. ഇത് പറയാത്തോണ്ടാ അങ്ങോട്ട് പോണത്. ഇത് പറഞ്ഞു കൊടുത്താൽ ഇനി ആ വഴിക്കും ഉണ്ടാവില്ല. മൂച്ചെട്ടം തങ്ങൾ പറയുമ്പോ മൂച്ചില്ല, മൂച്ചിന്റെ ഇല പോലും ഒടിക്കൂല, അതിന് വേണമെങ്കിൽ മാറിയാൽ മതി, ഇല്ലെങ്കിൽ റബ്ബിന്റെ പരീക്ഷണം, ഞാൻ അയിമ നിൽക്കുക എന്നും പറഞ്ഞ് ഉറപ്പിച്ച് അവിടെ നിൽക്കും. അപ്പൊ ശൈത്താനെ മനസ്സിലാവും, ഓനിട്ട് കളി എടുക്കൂല, ഞാൻ എന്റെ വഴിക്ക് പോകാൻ നല്ലത്. ആ ശ്രദ്ധ ഇവിടെ നടക്കൂലെന്ന് നമ്മളെ തഖ്വ കൊണ്ടും തൗഹീദ് കൊണ്ടും ഈമാൻ കൊണ്ടും തവക്കുൽ കൊണ്ടും ഓന് ബോധ്യപ്പെടണം. ഇവന്റെ ശ്രദ്ധ ഇവിടെ യേശൂല, ഇവരെ കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ഓന് മനസ്സിലാവും നടക്കൂല. കൃത്യമായി പള്ളിയിൽ പോയി ജമാഅത്തിൽ പങ്കെടുക്കുക, ഖുർആൻ ഓതുക, ദിക്റുകളും ദുആകളും തസ്ബീഹും സലാത്തും എല്ലാം അല്ലാഹുവും റസൂലും പഠിപ്പിച്ചതെല്ലാം പ്രാവർത്തികമാക്കുക, സ്വതക്ക ചെയ്യുക, നന്മകളെല്ലാം ചെയ്യുമ്പോൾ ഓനതൊക്കെ എടുങ്ങാറാ. ശൈത്താൻ ഇതൊക്കെ എടുങ്ങാറാ. ഈ ചങ്ങായിന്റെ ഒപ്പം കൂടി ഞാൻ കുടുങ്ങിപ്പോയി എന്ന് ഓൻ ആലോചിക്കും. കലപ്പം വാങ്ങിക്കൊടുത്ത പള്ളിയിൽ പോകുക, എല്ലാ നന്മയിലും മോനുണ്ട്, എല്ലാ ദഅവത്തിലും മോനുണ്ട്. അപ്പൊ ഇവന്റെ കൂടെ ശരിയാവില്ല, തൽക്കാലം അവിടുന്ന് വിട്ടുപോകാൻ നല്ലത് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകും. ഉമർ ഖത്താബിന് വഴി കയറിയാൽ ശൈത്താൻ മറ്റൊരു വഴിക്ക് വഴിമാറിപ്പോകുമെന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നബി തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉമർ ഖത്താബിന്റെ തണ്ടും തന്നെയും കണ്ടിട്ട് പോവല്ല. ഉമർ ഖത്താബിന് ഈമാനും തഖ്വയും കൊണ്ട് ഒഴിഞ്ഞു പോകുക. അദ്ദേഹത്തിന് പിന്നാലെ കൂട്ടിയൊരു കാര്യമില്ല, അദ്ദേഹത്തെ പഴിപ്പിക്കാനും കഴിയില്ല, അതിനേക്കാൾ നല്ല വേറെ വഴി നോക്കുക നല്ലത് എന്ന അർത്ഥത്തിലാണ് ആയിരിക്കാം ആ പോക്ക് എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പൊ ഖുർആൻ ഒരിക്കലും ഈ ഹദീസ് എതിരല്ല, ഖുർആനും ഹദീസും ഒരിക്കലും എതിരാവുകയുമില്ല. സ്വഹീഹായ ഹദീസും ഖുർആനും എതിരും യഥാർത്ഥ വിഷയം ഹദീസുമായി ബന്ധപ്പെട്ടതാണ്, അതിലേക്ക് കടക്കുന്നില്ല. സ്വഹീഹായ ഹദീസും വിശുദ്ധ ഖുർആനും ഒരിക്കലും എതിരാവില്ല. രണ്ടും വഹ്യാണ്. ഖുർആൻ വഹ്യാണ്, ഹദീസും വഹ്യാണ്. ഖുർആനിന്റെ ആശയവും പദവും വഹ്യാണ്, ഹദീസിന്റെ ആശയം വഹ്യാണ്, പദം നബിയുടേതാണ്. അല്ലാഹു അതിന്റെ വിധി അറിയിച്ചു കൊടുക്കും. ആ വിധി നബിയുടെ ഭാഷയിൽ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കും. ഖുർആൻ ആയത്ത് അങ്ങനെ തന്നെ വന്ന് ഓതി കൊടുക്കും ജിബ്രീൽ, അത് അങ്ങനെ തന്നെ നബി അപ്പുറത്ത് പോയിട്ട് ഓതി കൊടുക്കും. രണ്ടും വഹ്യാണ്. അതുകൊണ്ട് വഹ്യൊരിക്കലും വൈരുദ്ധ്യം ഉണ്ടാവില്ല. ഖുർആനും ഹദീസും വഹ്യാന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ എതിരായിട്ട് ഹദീസ് ഉണ്ടാവും എന്ന ചോദ്യം തന്നെ പ്രസക്തമല്ല. രണ്ടും അല്ലാഹു കൊടുത്തതാ, അല്ലാഹു കൊടുത്തൊരിക്കലും വൈരുദ്ധ്യം ഉണ്ടാകാവതല്ല. രണ്ടാമത്തെ ചോദ്യം, കപടവിശ്വാസിയുടെ 4ാമത്തെ അടയാളം തമ്മിൽ തെറ്റിയാൽ പുലഭ്യം പറയുക എന്നതാണല്ലോ. അതല്ല ഇപ്പോൾ നടക്കുന്നത്. അത് എപ്പോ നടന്നാലും അങ്ങനെ തന്നെയാണ്. എപ്പോ നടന്നാലും ആര് നടത്തിയാലും തങ്ങളുടെ സംസാരങ്ങൾ പരസ്പരം തെറി അഭിഷേകം ഈ ഉള്ളവൻ നടത്തിയാലും ഈ ഹദീസ് ബാധകം തന്നെയാണ്. അത് നമുക്ക് നമ്മൾ തെറ്റി എന്തും വിളിച്ചു പറയാ എന്നർത്ഥമില്ല, അത് ശരിയുമല്ല. അതേസമയം ആശയരംഗത്തെ വിയോജിപ്പുകൾ തുറന്നു പറയാം.
ഇയാൾ അങ്ങനെ പ്രസംഗിച്ചു, ഇയാൾ ഇങ്ങനെ പറഞ്ഞു, അവിടെ എങ്ങനെ എഴുതി, ഇവിടെ എങ്ങനെ പറഞ്ഞു, അത് ശരിയല്ല എന്ന് പറയാം. അതിന്റെ പേര് വ്യക്തിയെ തേജോവധം ചെയ്യലാണോ ഉദ്ദേശം? ശരിയല്ല. അത് നിഫാഖ് തന്നെയാണ്, കാപ്പട്യം തന്നെയാണ്. ആര് ചെയ്താലും ന്യായീകരിക്കേണ്ട ബാധ്യത നമുക്കില്ലതാനും. പിന്നെ ഈച്ചയുമായി ബന്ധപ്പെട്ട ഹദീസ് സക്കരിയ സ്വലാഹി ഒപ്പുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് ഒന്ന് വിശദീകരിക്കുക. ഈച്ചയെ ബലി കൊടുത്തു, അതിന്റെ പേരിൽ ഒരാൾ നരകത്തിൽ പോയി എന്ന് പറയുന്ന ഹദീസ്. അതായത് ദഖല റജുലുൻ ഫീ ദുബാബിൻ അൽ ജന്ന വദഖല റജുലുൻ ഫീ ദുബാബിൻ അന്നാർ. ഒരു മനുഷ്യൻ ഈച്ചയുടെ കാലത്തിൽ സ്വർഗത്തിൽ പോയി, മറ്റൊരു മനുഷ്യൻ ഈച്ചയുടെ കാലത്തിൽ നരകത്തിലും പോയി എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. സ്വഹീഹ് അല്ല, ദുർബലമാണ് ഹദീസ്. പക്ഷെ ധാരാളം പണ്ഡിതന്മാർ തങ്ങളുടെ ഗ്രന്ഥങ്ങൾ അത് പരാമർശിച്ചു പോന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നും അത് ചർച്ച വന്നിട്ടുമുണ്ട്. അതിൽ പറയുന്ന വിഷയം ഇതാണ്: ഒരു രണ്ടാളുകൾ ഒരു സമൂഹത്തിനിടയിൽ നടന്നു പോകുമ്പോൾ അവിടെ അവരുടെ ഒരു പ്രത്യേകമായ ഒരു ബലിപീഠം അവിടെയുണ്ട്. അതിലൂടെ ആര് കടന്നു പോകണമെങ്കിലും അവിടെയുള്ള പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ എന്തെങ്കിലുമൊക്കെ ബലി കൊടുക്കണം, അല്ലാതെ പോകാൻ സമ്മതിക്കില്ല. അപ്പൊ ഒന്നാമത്തോട് പറഞ്ഞു, ഖരിബ്, നീ വല്ലതും ബലി കൊടുക്കണം. ഇയാള് പറഞ്ഞു, മാ കുന്തു ലിഖരിബ അഹദിൻ ഇല്ലല്ലാഹ്, പടച്ച റബ്ബല്ലാത്ത ഒരാൾക്കും ഞാൻ ഒരു ബലിയും കൊടുക്കില്ല. അവർ ആവശ്യപ്പെട്ടു, ഖരിബ് വലൗ ദുബാബൻ, ഒരു ഈച്ചയെങ്കിലും ബലി കൊടുക്കണം. കൊടുക്കൂല. ഫളറബു ഉനുഖഹു, അവർ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ഫദഖലൽ ജന്ന, അദ്ദേഹം സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. രണ്ടാമരോടും പറഞ്ഞു, ഖരിബ് വലൗ ദുബാബൻ, ഒരു ഈച്ചയെങ്കിലും ബലി കൊടുക്കുക. ഫഖറബ ദുബാബൻ, ഇയാൾ ഈച്ചയെ ബലി കൊടുത്തു. ഫഖല്ലു സബീലഹു, അവർ അയാളെ പാട്ടിന് വിട്ടു. ഫദഖലൻ നാർ, അയാൾ നരകത്തിലും പ്രവേശിച്ചു. ഇതാണ് ഹദീസിലെ വാചകം. അവിടെ രണ്ടാമൻ ഈച്ചയെ ബലി കൊടുക്കാൻ തയ്യാറായി എന്നാണ് നമുക്കിത് മനസ്സിലാവുന്നത്. ഈച്ചയെങ്കിലും ബലി കൊടുക്കാം, ഈച്ചല്ല, അത് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു ഈച്ചയെ ബലി കൊടുക്കാൻ അയാൾ സന്നദ്ധനായി എന്നതാണ് ഒന്നുകിൽ അതിന് വ്യാഖ്യാനം നൽകപ്പെടുന്നത്. അല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് പ്രവൃത്തി ചെയ്യാൻ ഒരിക്കലും വകുപ്പില്ല, എന്നാൽ ഒരു വാക്കോ മറ്റോ വേണമെങ്കിൽ പ്രഖ്യാപിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചവരുണ്ട്. എന്തെങ്കിലും ഒരു കുഫറിന്റെ വാചകം അത് പറഞ്ഞാലേ വിടുള്ളൂ എന്ന് പറയുന്നതും, ഇന്ന പണി ചെയ്തെങ്കിലേ വിടുള്ളൂ എന്ന് പറയുന്നതും, പണി ചെയ്യാൻ ശിർക്കിന്റെയും കുഫറിന്റെയും പണികൾ ചെയ്യാൻ പാടില്ല എന്നാൽ അത്തരം ചില പദങ്ങളൊന്നും ഉച്ചരിച്ചാൽ അല്ല ഉള്ളിൽ വിശ്വാസം വെറുതെ ഒരു വാക്കാട് പറഞ്ഞു പോലാണ് വിട്ടുവൃത്തം ചെയ്തു എങ്കിൽ ഇത് രണ്ടും തമ്മിൽ ഗൗരവത്തിന് വ്യത്യാസമുണ്ട് എന്ന് ഈ ഹദീസ് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ വിശദീകരണം നൽകിയിട്ടുണ്ട്. എന്നാൽ മൊത്തത്തിൽ സലഫി ലോകത്തെ പണ്ഡിതന്മാർക്ക് പറഞ്ഞത് ആ ഹദീസ് സ്വീകാര്യമല്ല, ദുർബലമാണ്. അതുകൊണ്ട് കർമ്മമാകട്ടെ വാക്കാവട്ടെ അത് പ്രഖ്യാപിക്കാൻ നമുക്ക് എന്തില്ല, വകുപ്പില്ല. അതേസമയം ഖുർആന്റെ പൊതുവായ തത്വപ്രകാരം ഇല്ലാമൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ എന്ന് പറഞ്ഞ കൽബിൽ ഈമാൻ ഉറച്ചുകൊണ്ട് നിർബന്ധിതനായി ജീവൻ നഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ ഒരാൾ ചെയ്തു പോയാൽ അയാൾ അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമെന്ന് പറയാൻ നമുക്ക് നേരെ വകുപ്പില്ല. ശിക്ഷിക്കപ്പെടും എന്ന് പറയുന്ന ഈ ഹദീസ് കൊണ്ടാണല്ലോ ഈ ഹദീസ് ആവട്ടെ ഇങ്ങനെ ദുർബലത ഉള്ളതുമാണ് എന്നതാണ് അതിൽ നൽകപ്പെട്ട വിശദീകരണങ്ങൾ. പിന്നെ വസിയത്തു ശിർക്ക് എന്നൊരു ഹുക്കുമുണ്ടോ? ഈ പുതിയ വിവാദം വരുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും കാര്യം വസിയത്തു ശിർക്കിലാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. വസിയത്തു ശിർക്ക് എന്ന ഹുക്കുമല്ല, ഹുക്കുമ് 5 എണ്ണമാണ്: ഹറാമ്, വാജിബ്, കറാഹത്ത്, സുന്നത്ത്, ജായിസ്. ഇതാണ് ഹുക്കുമുകൾ. മതപരമായ വിധികൾ 5 എണ്ണമാണ്. എന്നാൽ ശിർക്കിലേക്കുള്ള വഴി, വസിയത്തു ശിർക്ക് അറബി പറഞ്ഞ കുഴപ്പമുള്ളൂ, മലയാളത്തിൽ പറഞ്ഞ കുഴപ്പമില്ല. ശിർക്കുണ്ടോ? ഉണ്ട്. ശിർക്കിലേക്ക് എത്തിക്കാവുന്ന സാഹചര്യങ്ങളുണ്ടോ? ഉണ്ട്. അതന്നെ വസിയത്തു ശിർക്ക്. അതാണ് വസിയത്തു ശിർക്ക്. അത് പുതിയ ഹുക്കം ഇറക്കിയതല്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഏൽപ്പിക്കാന്റെ സിയാറത്തിലുള്ള വണ്ടി പോകല്, അതെന്താ സംഗതി? ശിർക്കാണോ? അല്ല, ശിർക്കിലേക്കുള്ള വഴിയാണ്. അതാണ് വസിയത്തു ശിർക്ക്. അതേപോലെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള തവസ്സുല്, അത് നമ്മൾ എല്ലാ കാലത്തും അതിനെ കുറിച്ച് നമ്മൾ എഴുതിയത് ബിദ്അത്ത് എന്നാണ്. ബിദ്അത്ത്. പിന്നെ അതിൽ ശിർക്കും കുഫ്റും പിന്നെ ഭാഗങ്ങളുണ്ട്. ഇയാൾ ഹഖ് കൊണ്ട് ചോദിച്ചാൽ പടച്ച റബ്ബ് തരാതിരിക്കാൻ റബ്ബിന് കഴിയില്ല, ഉത്തരം തരാൻ റബ്ബ് നിർബന്ധിതനാകും എന്ന വിശ്വാസത്തിലാണോ, ആ വിശ്വാസം കുഫ്റാണ്, കാഫിറാകുന്ന പണിയാണ്. അതല്ല കേവലം ഒരു ഹഖ് കൊണ്ട് പ്രാർത്ഥിക്കാൻ നബിതങ്ങൾ പഠിപ്പിച്ച വഴിയാണ് എന്ന് നിൽക്കുക ചെയ്യുകയാണെങ്കിൽ നബി അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, അത് ബിദ്അത്താകും, അതുകൊണ്ട് ഹറാമാകും. അവിടെ 2 കാര്യം കൊണ്ട് ഹറാമാകുന്നു. ഒന്ന് ബിദ്അത്തായത് കൊണ്ട്, മറ്റൊന്ന് ഇപ്പൊ ആളെ ഹഖ് കൊണ്ട് ചോദിക്കും, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആളോട് നീക്കുന്നത് ചോദിക്കും. അതാണ് ശിർക്കിലേക്കുള്ള വഴി. അതുകൊണ്ടാണ് അവിടെ പാടില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ശിർക്ക് ഒരു ഹലാലായ കാര്യം പോലും
അനുവദനീയമായ കാര്യം പോലും ശിർക്കിലേക്ക് എത്തിക്കാൻ ഒരാളെ വിഷയത്തിൽ സാധ്യത ഉണ്ടെങ്കിൽ അയാൾ ചെയ്യാൻ പാടില്ല. അയാൾക്കത് ഒഴിവാക്കണം. അല്ലാത്തൊരാൾക്ക് ചെയ്യാനും പറ്റും. അതാണ് പൊതുവായ നിയമം. ഇപ്പോ ഏതെങ്കിലും ഒരു നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു നിരീശ്വരവാദികളുടെയോ അല്ലെങ്കിൽ ഒരു ആൾ ദൈവത്തിന്റെയോ ഒക്കെ നേതൃത്വം നടക്കുന്ന ഒരു ഹോസ്പിറ്റൽ, അവിടെ ഒരാൾ ചികിത്സക്ക് പോവുക, അവിടെ നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട്, പൈസയും കുറച്ച് കുറവാണ്, അവിടെ പോയി ഒരാൾ ചികിത്സ തേടുകയാണ്. നമ്മളോട് ഞാൻ അങ്ങനെ ഇന്ന സ്ഥലത്ത് പോകുന്നുണ്ട്, അവിടെ ചികിത്സ തേടി പോവാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ? വേറെ എവിടെയും പോയിക്കൂടെ, എന്തിനാ അങ്ങോട്ട് പോണ് എന്ന് ചോദിക്കും. സംഗതി പണം കൊടുത്ത് ചികിത്സിക്കാണ്. പക്ഷെ അങ്ങോട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇനി ആ വിഷയത്തിൽ തന്നെ ഒരാൾ അവിടെ പോയി 1-2 മാസം അഡ്മിറ്റായി തിരിച്ചു വരുമ്പോഴേക്ക് ആ ആൾ ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കാനും ആ ആൾ ദൈവത്തെ കുറിച്ച് മതിപ്പുണ്ടാകുവാനും ഒക്കെ സാധ്യത ഇയാൾക്കുണ്ടെങ്കിലോ അയാൾ ആ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തന്നെ പാടില്ല. ആ വഴിക്കേ പോകാൻ പാടില്ല. അയാൾ പണം കൊടുത്തിട്ടാണ്, ഭൗതിക ചികിത്സയാണ്, എന്നാലും പാടില്ല. അതല്ല, അങ്ങനത്തെ യാതൊരു സാധ്യതയുമില്ലെങ്കിലോ അയാൾക്ക് അവിടെ പോകാം, പണം കൊടുത്ത് ചികിത്സയും തേടി അയാൾക്ക് ഞാൻ തിരിച്ചു പോരുകയും ചെയ്യാം. അപ്പൊ ശിർക്കിലേക്ക് എത്തിക്കുന്നത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാമാണ് വസിയത്തു ശിർക്ക്. ഹറാമിലേക്ക് എത്തിക്കുന്നുണ്ട്, അത് വസിയത്തുൽ ഹറാമാണ്. വസിയത്തു ശിർക്ക് മാത്രം, വസിയത്തുൽ ഹറാം, ഹറാമിലേക്ക് എത്തിക്കുന്നത് അത് ചെയ്യാൻ പാടില്ല, അതും ഹറാമായി മാറും. ഹറാമിലേക്ക് വഴിവെക്കുന്നതുണ്ടെങ്കിൽ അത് പാടില്ല, അത് ഹറാമായി മാറും. പിന്നെ അഹ്മദ് ഹംബല്, സുലൈമാൻ നബി ഇവർ വസിയത്തു ശിർക്ക് ചെയ്തവരാണോ? ഒരിക്കലും അല്ല. ഒരിക്കലും മുതൽ വസിയത്തു ശിർക്ക് ചെയ്തവരല്ല. അതിപ്പോ ഈ വിചിന്തനത്തിലുണ്ടായ ഒരു പുതിയ ഒരു കണ്ടുപിടുത്താണ്. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വലിയൊരു ലേഖനം തന്നെ വന്നു. ശിർക്കായ കാര്യം മുഅ്ജിസത്താകുമോ എന്ന് പറഞ്ഞിട്ട് ലേഖനം. ആ ലേഖനം എഴുതിയ ആളെ ഞാൻ 4 ദിവസം മുമ്പ് വിളിച്ചു. മാഷ നിങ്ങളിങ്ങനെ എഴുതുന്നുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനൊന്നാണ്ട് പേരങ്ങളെ വീട്ടിൽ നമ്മൾ സംസാരിക്കാമല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏതായാലും എഴുതി തുടങ്ങിയില്ലേ, കുറച്ചും കൂടെ എഴുതാൻ വിചാരിച്ച കാര്യമുണ്ട്, അത് എഴുതി കഴിഞ്ഞിട്ട് സംസാരിക്കാന്നാണ്. അതാണ് എഴുതി കഴിഞ്ഞിട്ട് എന്ത് സംസാരിക്കും. ഞാൻ എന്തിനല്ലേ, നിങ്ങൾ എഴുതുന്ന വല്ല അബദ്ധം ഉണ്ടെങ്കിൽ തിരുത്താലോ, ഞാൻ പ്രസംഗിക്കുന്ന എന്റെ അടുത്ത് അബദ്ധം എനിക്കും തിരുത്താമല്ലോ, അതുകൊണ്ട് നിങ്ങൾ സമയം തരികയാണെങ്കിൽ 1 അരമണിക്കൂർ മതി, ഞാൻ വീട്ടിലേക്ക് വന്നോളാം. അപ്പൊ അദ്ദേഹം ഞങ്ങൾ സീഡൊക്കെ കണ്ടു, സൂപ്പർ ബസാറിന്റെ സീഡൊക്കെ കണ്ടു, വളരെ സന്തോഷമായി, ഏതായാലും ഞാൻ എഴുതി കഴിയട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ എഴുതിയതാണ് അത്. അതായത് അഭൗതികമായ വഴിയിൽ റബ്ബിന് മാത്രമേ സഹായം കഴിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവിടെ സുലൈമാൻ നബിയുടെ മുഅ്ജിസത്തും സുലൈമാൻ നബിക്ക് ജിന്നുകളെ കീഴ്പ്പെടുത്തപ്പെട്ട കാര്യങ്ങളും എല്ലാം വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ശിർക്കായ കാര്യം ഒരിക്കലും മുഅ്ജിസത്തായി കിട്ടില്ല. സുലൈമാൻ നബി ജിന്നുകളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, എന്നാൽ സുലൈമാൻ നബിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റൂല. കീഴ്പ്പെടുത്തി കിട്ടിയ ജിന്നിനോടും സുലൈമാൻ നബിക്ക് ദുആ ചെയ്യാൻ പറ്റൂല. ദുആ ചെയ്താൽ ശിർക്ക് തന്നെയാണ്. അതുകൊണ്ട് ശിർക്കായ കാര്യം ഒരിക്കലും മുഅ്ജിസത്തിലൂടെ അനുവദിക്കപ്പെടുന്നില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ വസിയത്തു ശിർക്കായ കാര്യം, ഹറാമായ കാര്യം മുഅ്ജിസത്തായി കിട്ടുമോന്നാ? അല്ലാഹ് അനുവദിച്ചു കൊടുത്താൽ പിന്നെ വസിയത്തു ശിർക്ക് ഹറാമില്ലല്ലോ. ഒരു കാര്യം ചെയ്യാ അല്ലാഹ് കൽപ്പിച്ചാല് പിന്നെ ഹറാമുണ്ടോ? ഖിദർ നബി കുട്ടിയെ കൊന്നു, കൊലപാതകത്തിന് വിധി എന്താ? ഹറാം. ഖിദർ നബി ഹറാം ചെയ്തോ? ഇല്ല, അല്ലാഹ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതിന് ഹറാം എന്ന വകുപ്പ് അല്ലാഹ് ഒഴിവാക്കി കൊടുത്തു. അതാ ഖിദർ നബി അവസാനം മൂസാ നബിയോട് പറഞ്ഞതും, വമാ ഫഅൽതുഹു അൻ അംരി, എന്റെ തീരുമാനപ്രകാരമല്ല ഞാനിത് ചെയ്തിട്ടുള്ളത്, എന്റെ തീരുമാനപ്രകാരമല്ല ഞാൻ ചെയ്തിട്ടുള്ളത്, അല്ലാഹ് ചെയ്യാൻ പറഞ്ഞു, അപ്പൊ ചെയ്തു. فخشينا يرهقهما طغيانا وكفرا فأراد ربك أن يبدلهما خيرا منه زكاة وأقرب رحما. അപ്പൊ അള്ളാന്റെ ഒരു ഉദ്ദേശം, അള്ളാന്റെ ഒരു ഇറാദത്ത്, അത് നടപ്പാക്കാൻ അള്ളാഹ് എന്ത് ചെയ്തു? ഈ ഒരു വഴി സ്വീകരിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഖിദർ നബിക്ക് ഹറാമുണ്ടോ? ഇല്ല. വസിയത്തു ശിർക്കുന്ന ശിർക്കിലേക്ക് എത്തിക്കുന്ന വഴി സുലൈമാൻ നബിക്ക് അല്ലാഹ് കീഴ്പ്പെടുത്തി കൊടുത്തു. ജിന്നിനെ വേണ്ട പോലെ പണിയെടുപ്പിച്ചോ എന്ന് പറഞ്ഞ് കൊടുത്തേക്ക. പഠിച്ചനെ ഓൻ എന്നെ ശിർക്ക് കൊണ്ടുപോകൂലേ എന്നൊരു ബേജാറിന് പിന്നീട് വകുപ്പുണ്ടാ. അതോട് വസിയത്തു ശിർക്കുമില്ല. എന്നാൽ ശിർക്ക് സുലൈമാൻ നബിക്ക് അനുവദിക്കപ്പെട്ടോ? ഒരിക്കലുമില്ല. സുലൈമാൻ നബി ആ ജിന്നിനോട് ദുആ ചെയ്താലോ ശിർക്ക് തന്നെയാണ്. വലഖദ് ഊഹിയ ഇലൈക വഇദല്ലദീന മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പുള്ളവർക്കും നൽകിയ വഹ്യാണ്. ശിർക്ക് ചെയ്താൽ പൊളിഞ്ഞു പോകും. ആ മിൻ ഖബ്ലിക ആര് വിട്ടു? സുലൈമാൻ നബിയും വിട്ടു. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ശിർക്ക് തൗഹീദിൽ പുതിയ നിയമമില്ല. അത് ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള എല്ലാ അമ്പിയാക്കളും സ്വീകരിച്ചത് ഒരേ തൗഹീദാണ്. അന്ന് ശിർക്കായത് എന്നും ശിർക്കാണ്, അന്ന് തൗഹീദായത് എന്നും തൗഹീദാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് പ്രബോധനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഖബർ സിയാറത്ത് പാടില്ല എന്ന് പറഞ്ഞു. അന്ന് ഖബർ സിയാറത്ത് എന്താണ്? ശിർക്കിലേക്കുള്ള വഴിയാണ്.
പിന്നീട് ആ വഴി അടഞ്ഞു, തൗഹീദ് ശരിയായി, എല്ലാവരും ഉറച്ച വിശ്വാസികളായി. ഇനി ഓല കാര്യത്തിന് പേടില്ല. അവൻ നബി പറഞ്ഞു, കുന്തു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ അലാ ഫസുറുഹാ, ഖബർ സിയാറത്ത് പാടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ സന്ദർശിച്ചു കൊള്ളുക. അപ്പൊ വസീല അല്ലാതായി. അത് ആൾക്കും സന്ദർഭത്തിനും സാഹചര്യത്തിനും എല്ലാം അനുസരിച്ച് വസീല മാറി 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 വരും. അതിനനുസരിച്ച് അയാൾക്ക് വിധികൾ ബാധകമാവുകയും ചെയ്യും. ഒരു അന്യ സ്ത്രീയെ സ്പർശിക്കുന്നതിന്റെ വിധി എന്ത് എന്ന് വെച്ചാൽ നമ്മളൊക്കെ എന്താ പറയാ? ഹറാം. എന്നാ എത്രയോ ഡോക്ടർമാര് എത്രയോ പെണ്ണുങ്ങളെ സ്പർശിക്കുന്നുണ്ട്. നമ്മളവരോട് ഹറാം എന്ന് പറയണ്ട, അവിടേക്ക് ഹറാമില്ല. അതേ ഡോക്ടറുടെ മനസ്സിൽ തെറ്റായ ചിന്ത ഉണ്ടെങ്കിലോ ആ സ്പർശനം ഹറാമായും ചെയ്തു. അപ്പൊ അത്തരം നിയമങ്ങളുണ്ട്. എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പഠിപ്പിക്കപ്പെട്ട പൊതുവായ ഹറാമും ഹലാലും ഉണ്ട്. അത് അങ്ങനെ തന്നെ നിൽക്കും, അത് മാറ്റം വരില്ല. സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് ഹറാമാകുന്ന കാര്യങ്ങളുണ്ട്. ആ സന്ദർഭം സാഹചര്യം ഉണ്ടാകുമ്പോഴേക്കും അത് ഹറാമായി മാറുകയും ചെയ്യും. പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനം എന്ന വേർതിരിക്കപ്പെടുന്നത് മനുഷ്യ കഴിവിന്റെ പരിധിയുടെയും പരിധി ഇല്ലായ്മയുടെയും അടിസ്ഥാനത്തിലാണല്ലോ. എന്നാൽ ജിന്നിന്റെ കാര്യത്തിൽ ഭൗതികം അഭൗതികം എന്നത് വേർതിരിക്കാൻ നാം അവലംബിക്കേണ്ട മാനദണ്ഡമെന്ന് പ്രാമാണികബദ്ധമായി വിശദീകരിക്കുമോ? പോക്കര് പൂഴിത്തറ. അതായത് കാര്യകാരണത്തിന് അധീനം എന്നത് മനുഷ്യന്മാർക്ക് മാത്രമുള്ളതല്ല. എല്ലാ സൃഷ്ടിക്കും അതിൻ്റെതായ ഒരു കാര്യകാരണ ബന്ധമുണ്ട്. എല്ലാ സൃഷ്ടിക്കും അതിൻ്റെതായ ഒരു ഭൗതികതയുണ്ട്. എല്ലാ സൃഷ്ടികൾക്കും അതിൻ്റെതായ ഒരു പ്രകൃതമുണ്ട്. അതാണ് കാര്യകാരണ ബന്ധം. അത് ഒരാൾക്ക് മറ്റേ ആളെ അപേക്ഷിച്ച് വ്യത്യാസം ഉണ്ടാവാം. എല്ലാ മനുഷ്യന്മാരുടെയും കഴിവ് ഒരുപോലെയാണോ? അല്ലല്ലോ. ചില മനുഷ്യന്മാര് ഒരു 50 കിലോ വഹിക്കും ലോഡ്, ചില മനുഷ്യന്മാർ കിൻഡല് വഹിക്കും, ചില മനുഷ്യന്മാർക്ക് ലോഡ് ഏറ്റെന്ന് ആലോചിക്കാൻ പറ്റൂല. ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. അതുകൊണ്ട് ഒരാളോട് ഇപ്പൊ ഞാൻ ഒരാൾ ചോദിക്കുകയാണ്, എടാ ഒരു 10 കിൻഡല് വേണ്ട, അതൊന്ന് തലയിക്കാണ് വെച്ചേറ്റ ചോദിച്ചാൽ ശിർക്കാവോ? ഇല്ലല്ലോ. എന്തോ ആളെ കളിയാക്കാൻ നോക്കും, ഓനെ കഴിയാത്ത കാര്യം, ഓനെ കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് അവിടെ ശിർക്ക് വരുന്നില്ല. അപ്പൊ കാര്യകാരണ ബന്ധം എന്നുള്ളത് മൊത്തം സൃഷ്ടികൾക്കുള്ള ഒരു സംവിധാനമാണ്, ഒരു സിസ്റ്റമാണ്. അത് ജിന്നിനുണ്ട്, മലക്കിനുണ്ട്, മനുഷ്യനോടൊക്കെ ഉണ്ട്. ജിന്നിന് കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്. എങ്ങനെ കാണുന്നത്, എങ്ങനെ കേൾക്കുന്നത്? അവൻ അല്ലാഹു കൊടുത്ത സിസ്റ്റം പ്രകാരം. അതിനപ്പുറം കാണാൻ കഴിയോ? കഴിയില്ല. നമ്മളെക്കാൾ ഏറെ കാണാൻ ഒരു പക്ഷെ കഴിഞ്ഞേക്കാം. അതിനപ്പുറം അവന്റെ പരിധിക്ക് അപ്പുറം കാണാൻ പറ്റുമോ? കഴിയില്ല. മലക്കിന് കാഴ്ചയുണ്ട്, എങ്ങനെ കാണുന്നത്? ആ സിസ്റ്റമാണ്. അല്ലാഹു കൊടുത്ത സംവിധാനമുണ്ട് മലക്കിന്. ആ സംവിധാനത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് മലക്കിന് കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, കഴിവുണ്ട്, ശക്തിയുണ്ട്. എന്നാ അതിനപ്പുറം ചെയ്യാൻ കഴിയോ? ഇല്ല. എത്രയോ സമുദായങ്ങളെ അള്ളാഹു മലക്കളെ പറഞ്ഞയച്ച് നശിപ്പിച്ചു. എങ്ങനെ നശിപ്പിക്കലാ മലക്കള്? ഓലിങ്ങനെ അവിടെ ഇരുന്നിട്ട് ഓണ് നശിക്കട്ടെ വിചാരിച്ച നശിക്കലാ? ഇല്ല. എന്നാ അള്ളാഹ്ക്ക് വേണമെങ്കിൽ ഒരു മലക്കിനെയും പറഞ്ഞയക്കാതെ നശിപ്പിക്കാൻ കഴിയും. നശിക്കട്ടെ അള്ളാഹ് വിചാരിച്ചാൽ മതി, നശിക്കും. കാര്യകാരണ ബന്ധം ഇല്ല അവിടെ. ഭൗതിക സംവിധാനം ഒന്നും വേണ്ട, അത് അഭൗതികമാണ്, അത് റബ്ബിന് മാത്രം. ഒരു മലക്കിന് അല്ലാഹു ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ ഏൽപ്പിച്ചാൽ ആ മലക്ക് ആകാശത്തിൽ നിന്ന് പറന്നിറങ്ങി ആ നാട്ടിൽ വരുന്നു. ആ നബിക്ക് വിവരം കൊടുക്കുന്നു, നബിയുള്ള കാലത്താണെങ്കിൽ. എന്നിട്ട് രക്ഷപ്പെടാൻ പറയേണ്ടവരുണ്ടെങ്കിൽ അവരോട് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നു. എന്നാൽ അള്ളാഹ് നിശ്ചയിച്ച പണി എന്തോ അത് ചെയ്യുന്നു. ഒന്നുകിൽ ഒരു മല പൊക്കിയെടുത്ത് അതുമായി ചുമന്ന് വന്ന് ഓലമേത്ത് കിടും, അല്ലെങ്കിൽ ആ നാട് തന്നെ പൊക്കിയിട്ട് മറിച്ചിടും. അതാ കാര്യകാരണ ബന്ധം. അതിനപ്പുറം ചെയ്യാൻ കഴിയും. അത് കഴിഞ്ഞ് തിരിച്ചു പോകും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹയുമായി വരുന്ന മലക്ക. എങ്ങനെ വഹയ കൊടുക്കുക എന്നുള്ള അഭൗതികമായ കഴിവാ. എങ്ങനെ കൊടുക്കല്? ആകാശത്തിൽ ഇറങ്ങി വരും, റസൂലുള്ളാഹിന്റെ വീട്ടിലെത്തും. ഒന്നുകിൽ മനുഷ്യ രൂപത്തിൽ വരും, അല്ലെങ്കിൽ അശ്ലീലിയായി വരും, ഓതി കൊടുക്കും, നബി കാണാപ്പാഠം പഠിക്കും, മലക്ക് തിരിച്ചു പോകും. ഇതാണ് ഭൗതികം, ഇതാണ് കാര്യകാരണ ബന്ധം. അപ്പൊ ഏത് സൃഷ്ടിയും ഈ കാര്യകാരണ ബന്ധം ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അത് ഒരാളെ കാര്യകാരണ ബന്ധം മറ്റേ കാരണോളന്നില്ല. ജിന്നിന്റെ മനുഷ്യന്മാർക്ക് അറിയണമെന്നില്ല, മനുഷ്യന്റെ ജിന്നിനും പറയണമെന്നില്ല. കാര്യകാരണ ബന്ധം എല്ലാത്തിനുമുണ്ട്. ആ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തിക്കും എന്ന വിശ്വാസം ശിർക്കല്ല. അതിനപ്പുറം പ്രവർത്തിക്കും എന്ന വിശ്വാസം ശിർക്കുമാണ്. കാര്യകാരണ ബന്ധത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് പണിയെടുക്കും എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കല്ല. അതിന് അധീനമായി പണിയെടുക്കുന്ന വിശ്വസിച്ചാലോ ശിർക്കുമാണ്. പക്ഷേ എവിടുന്ന് വിളിച്ചാലും ജിബ്രീൽ അത് കേൾക്കും എന്നുള്ള വിശ്വസിച്ചാലോ ശിർക്കാണ്. എപ്പോ വിളിച്ചാലും കേൾക്കും,
ആ വിശ്വാസം എന്താ? ശിർക്കാണ്. ജിബ്രീൽ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നു, നബി തങ്ങൾ വർത്തമാനം പറഞ്ഞു, ജിബ്രീൽ കേട്ടു, ഇത് വിശ്വസിച്ചാലോ? ശിർക്കല്ല. അതെന്താ? ഒന്ന് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസമാണ്, മറ്റത് അതീതമായ വിശ്വാസമാണ്. അത് വിശ്വസിക്കാൻ തന്നെ പാടില്ല. ആ വിശ്വാസമാണ് ശിർക്ക്. ആ അടിസ്ഥാനത്തിൽ ചോദിച്ചാൽ ആ ചോദ്യം പ്രാർത്ഥനയാണ്. മറ്റടിസ്ഥാനത്തിൽ ചോദിച്ചാൽ ആ ചോദ്യം പ്രാർത്ഥന എന്ന് പറയില്ല. ചോദിക്കാൻ പറ്റോ പറ്റൂലേ? അത് മനുഷ്യനനുസരിച്ചും ജിന്നിനനുസരിച്ചും മലക്കിനനുസരിച്ചും ഒക്കെ എന്ത് ചെയ്യാം? അത് മതനിയമങ്ങൾ മാറി മാറി വരാം. എന്നാൽ ശിർക്ക് വരണോ, പ്രാർത്ഥനയാകണോ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുണ്ട് എന്ന വിശ്വാസമാണ് പ്രാർത്ഥനയുടെ ബേസ്, ആരാധനയുടെ ബേസ്. എ.പി. അബ്ദുൽ ഖാദർ മൗലവിയുടെ ദൈവവിശ്വാസം ഖുർആനിൽ എന്ന പുസ്തകത്തിന്റെ 30-ാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞു, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുണ്ട് എന്ന് താൻ വിശ്വസിക്കുന്നവരോട് ആ അടിസ്ഥാനത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ് പ്രാർത്ഥന എന്ന്. അവിടെയാണ് ശിർക്ക് വരിക, അല്ലാത്തത് ശിർക്ക് വരൂല എന്നർത്ഥം. ജിന്നിന്റെ കഴിവിൽ പെട്ടത് ചോദിക്കുന്നത് ശിർക്കല്ല എന്ന് സക്കരിയ സ്വലാഹി പറയുന്നുണ്ടല്ലോ. ഏതാണ് ഈ കഴിവ്? വിശദീകരിച്ചാലും സക്കരിയ സ്വലാഹി മാത്രം ഞാനിപ്പോ പറഞ്ഞു. നമ്മളിതെല്ലാം കൂടി സക്കരിയ സ്വലാഹിന്റെ തലയ്ക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. സക്കരിയ സ്വലാഹി ഒന്നുമല്ല, അദ്ദേഹം നമ്മളൊക്കെ പോലെ മനുഷ്യൻ തന്നെ. നമ്മളാരും സക്കരിയ സ്വലാഹിന്റെ കൂടെ കൂടിയിട്ടില്ല. നമ്മൾ ഒരു ഹക്കിന്റെ കൂടെ കൂടി, അതിൽ സ്വലാഹിയും നമ്മോടൊപ്പം ഉണ്ട് എന്നേ ഉള്ളൂ. ഇപ്പൊ നാളെ പിറ്റേന്ന് മൂപ്പരോട് വിട്ടാലോ? നിങ്ങൾ പോയിക്കോളിന്ന് അറിയാം. ഞാൻ വിട്ടാലോ? എന്നോട് പോകാൻ പറയാം. വ്യക്തികൾക്കല്ല പ്രധാനം. അപ്പൊ സക്കരിയ സ്വലാഹി അങ്ങനെ പറഞ്ഞു, സക്കരിയ സ്വലാഹി ഇങ്ങനെ പറഞ്ഞു എന്നതല്ല വിഷയം. ഏത് സൃഷ്ടിയോടും, ജിന്നു മാത്രമല്ല, ഏത് സൃഷ്ടിയാവട്ടെ, ആ സൃഷ്ടിയോടുള്ള ചോദ്യം ദുആ ആകുന്നതെപ്പോൾ, അല്ലാത്തതെപ്പോൾ. അതാണ് തർക്കം. എപ്പോൾ ദുആ ആകും? ദുആ ആയാൽ ശിർക്ക് തന്നെ. എപ്പോൾ ദുആ ആകും, എപ്പോൾ ദുആ ആകില്ല, അതാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. ഡോക്ടറോട് രോഗം സുഖമാക്കണേ എന്ന് പറഞ്ഞാൽ ദുആ അല്ല, ശിർക്കല്ല. മുഹീദ്ദീൻ ശൈഖേ രോഗം സുഖമാക്കണേ എന്ന് പറഞ്ഞ ദുആ ആണ്, ശിർക്കാണ്. എന്താണ് വേർതിരിക്കുന്ന ഘടകം? അതിനാണ് കഴിവപ്പെട്ടും കഴിവപ്പെടാത്തതും പറഞ്ഞത്. എന്ന പോലെ ജിന്നുകൾക്ക് ജിന്നുകളെ കഴിവുണ്ട്, അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അവർ നമ്മളെ കാണും, നാം അങ്ങോട്ട് കാണില്ല. അല്ലാഹ് പറഞ്ഞു. നമ്മുടെ ശബ്ദം അവർ കേൾക്കും, ഹദീസിൽ വന്നു. അവർക്ക് പല കഴിവുമുണ്ട്, ഖുർആനിൽ വിശദീകരിച്ചു. ഇപ്പൊ സുലൈമാൻ നബിക്ക് പണിയെടുത്തു കൊടുത്തു. മുഅ്ജിസത്തല്ലേ എന്ന് പറയും. മുഅ്ജിസത്ത് പണിയെടുത്തതല്ല, പണിയെടുപ്പിച്ചതാണ്. സുലൈമാൻ നബി പണി എടുപ്പിച്ചതാണ് മുഅ്ജിസത്ത്, പണിയെടുത്തത് മുഅ്ജിസത്തല്ല. കാരണം ജിന്നിന് എന്തില്ല? മുഅ്ജിസത്തില്ല. കടലിൽ മുങ്ങി മുത്തുവാരി കൊടുത്തു സുലൈമാൻ നബിക്ക്. സുലൈമാൻ നബിയുടെ കൽപ്പന പ്രകാരം മുത്തുവാരിയത് മുഅ്ജിസത്താണോ? അല്ല. സുലൈമാൻ നബി പറഞ്ഞയച്ച് പണിയെടുപ്പിച്ചു എന്നതാണ് മുഅ്ജിസത്ത്. മറ്റത് ഓന്റെ കഴിവാണ്, പ്രകൃതമാണ്. സിംഹാസനം ആര് കൊണ്ടുവരും എന്ന വെല്ലുവിളിക്ക് ഇഫ്രീത്ത് ആദ്യം മറുപടി പറഞ്ഞു, താങ്കൾ എണീക്കും മുമ്പ് ഞാൻ കൊണ്ടുവരാം. അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക. താങ്കളുടെ സഭയിൽ നിന്ന് താങ്കൾ എണീക്കുന്നതിന് മുമ്പ് ഞാനത് കൊണ്ടുവരാം. ഈ കൊണ്ടുവരാം എന്ന് പറഞ്ഞത് മുഅ്ജിസത്താണോ? അല്ല. സുലൈമാൻ നബിയുടെ കൽപ്പനക്കനുസരിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതാണ് മുഅ്ജിസത്ത്. മറ്റൊരു പോലെ കഴിവാ. കാരണം അവിടെ അല്ലാഹ് പ്രത്യേകം എടുത്തു പറഞ്ഞു എങ്ങനെ കൊണ്ടുവരിക. വഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ. ഖാല ഇഫ്രീതും മിനൽ ജിന്നി അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക. താങ്കളുടെ ഈ സഭയിൽ നിന്ന് താങ്കൾ എണീക്കുന്നതിന് മുമ്പ് ഞാൻ അത് താങ്കൾക്ക് കൊണ്ടുവന്ന് തരാം. എങ്ങനെ കൊണ്ടുവരും? വഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ. ഞാൻ അതിന് കഴിവുള്ളവനാണ്, വിശ്വസ്തനാണ്. ഒരു കഴിവാണ്. ആ കഴിവ് മുഅ്ജിസത്തല്ല. അത് ഉപയോഗപ്പെടുത്താൻ സുലൈമാൻ നബിക്ക് അനുവാദം കിട്ടി, അതാണ് മുഅ്ജിസത്ത്. അപ്പൊ എന്നെ ഒരാൾക്ക് കീഴ്പ്പെടുത്തി കൊടുത്ത് അടിമയാക്കി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് ഇല്ലാത്ത കഴിവുണ്ടാവില്ലല്ലോ. ഉള്ള കഴിവ് എന്ത് ചെയ്യാം? അയാൾക്ക് എങ്ങനെയും ഉപയോഗപ്പെടുത്താം. അതാണ് അവിടെ ഉണ്ടായത്. അപ്പൊ കഴിവുകൾ അവർക്കുണ്ട്. ആ കഴിവപ്പെട്ടൊരു കാര്യം ഒരാൾ ഉപയോഗപ്പെടുത്തുകയോ അത് ചോദിക്കുകയോ ചെയ്താൽ അതിന് ദുആ എന്ന് പറയാൻ, പ്രാർത്ഥന എന്ന് പറയാൻ. അതിനപ്പുറമുള്ള ഒരു ചോദ്യമാണോ? ദുആയാണ്, പ്രാർത്ഥനയാണ്, ശിർക്കാണ്. അത് സക്കരിയ സ്വലാഹി മാത്രം പറഞ്ഞതല്ല, അത് ആദം നബി മുതൽ സ്വീകരിച്ചു പോകുന്ന തൗഹീദാണ്. ആദം നബി മുതൽ സ്വീകരിച്ചു പോകുന്ന തൗഹീദാണ്. കഴിവിൽപ്പെട്ടത് ചോദിക്കൽ ദുആ അല്ല, കഴിവിനപ്പുറമുള്ളത്, അല്ലെങ്കിൽ ഗായിബിനോട് ചോദിക്കല്, അല്ലെങ്കിൽ മയ്യിത്തിനോട് ചോദിക്കല്, റബ്ബിന് മാത്രം കഴിയുന്ന കാര്യം ചോദിക്കല്, അതിനാണ് ദുആ എന്ന് പറയുക. എന്നാൽ മുഹീദ്ദീൻ ശൈഖിനെ സമസ്തക്കാരെ വിളിക്കുമ്പോൾ ശൈഖ് ഹയ്യല്ല, മയ്യിത്താണ്.
അതോടുകൂടി ശൈഖിനുള്ള ഏത് ചോദ്യവും എന്തായി? ദുആയി മാറി, ശിർക്കായി മാറി. ഇനി കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ശൈഖ് ചെയ്യുമെന്ന് വിശ്വസിക്കുകയാണെങ്കിലോ? മൊഹീദ്ദീൻ ശൈഖ് ആളെ വിളിച്ചു. അത് വിശ്വാസം എന്താ? ശൈഖ് ഖബറിന്റെ കല്ലൊക്കെ പൊളിച്ച് മാറ്റി അവിടെ ഒരു വാതിലൊക്കെ ഉണ്ടാക്കി മൂപ്പര് പുറത്തേക്ക് ചാടി തുണിങ്ങുപ്പായൊക്കെ മാറ്റി അവിടുന്ന് എയർപോർട്ടിൽ വന്ന് ഫ്ലൈറ്റ് കയറി കാലിക്കറ്റ് വന്ന് ഇറങ്ങി ടാക്സി ഒക്കെ വിളിച്ച് മൂപ്പര് നമ്മളെ വീട്ടിൽ ഇപ്പം കണ്ട് വരും എന്നാണ് അവൻ വിശ്വസിക്കണമെങ്കിലോ നമ്മളെന്താ പറയാ? തലക്ക് സുഖമില്ല, തലക്ക് സുഖമില്ല എന്നല്ലേ പറയുള്ളൂ. കാരണം ആ ഭൗതിക സംവിധാനം ശൈഖിന് ഇന്നില്ല. ഉണ്ട് എന്ന് അവൻ വിശ്വസിച്ചാൽ അത് ഓന്റെ വിഡ്ഢിത്തരമാണ്. എന്നാ ഇതൊന്നും ഇല്ലാതെ ശൈഖ് വരും, ഇതൊന്നും ആവശ്യമില്ല, ശൈഖ് ഇവിടെ ഹാജരാകും, എന്റെ വിളി കേൾക്കും, എന്നെ കാണും, എന്റെ പ്രശ്നം മനസ്സിലാക്കും എന്നാണല്ലോ വിളിക്കുന്നവന്റെ ഉദ്ദേശം. ആ വിശ്വാസം തന്നെ ശിർക്കാണ്. കേൾക്കുമെന്ന് ശിർക്കാണ്, കാണുമെന്ന് ശിർക്കാണ്, വരുമെന്ന് ശിർക്കാണ്, സഹായിക്കുമെന്ന് ശിർക്കാണ്. ആ വിശ്വാസമെല്ലാം ശിർക്കാണ്. അവിടെ ചോദിച്ച ചോദ്യമോ ദുആ ആണ്, അതും പ്രാർത്ഥനയാണ്, അതും ശിർക്കാണ്. അതുകൊണ്ട് ഒരു ചോദ്യം ശിർക്കാകണമെങ്കിൽ അവിടെ സ്വാഭാവികമായ ഒരു വിശ്വാസം അതിന് ബാക്കിൽ ഉണ്ടാകും. ആ വിശ്വാസം ശിർക്കാണ്. ആ അടിസ്ഥാനത്തിൽ ചോദിക്കുന്ന ചോദ്യവും ശിർക്കാണ് എന്നതാണ് അതിലുള്ള വ്യത്യാസം. ഒരാൾക്ക് ജിന്ന് ബാധിക്കുകയാണെങ്കിൽ, പൈശാചിക ബാധ ഉണ്ടാവുകയാണെങ്കിൽ അയാളെ റുഖ്യ ചെയ്യുമ്പോൾ അടിക്കുന്നത്, അയാളെ ഇങ്ങോട്ട് തല്ലുമ്പോൾ അല്ല അടിക്കല്, അതല്ലെങ്കിൽ റുഖ്യ ചെയ്യാൻ അടിക്കുന്നത് ശറയിൽ അനുവദിക്കപ്പെട്ടതാണോ എന്നാണ് എന്റെ ചോദ്യം. അത് നമ്മളെ കുന്നുംപുറത്തുള്ള അബ്ദുൽ മുസ്ലിയാർ പറഞ്ഞ മറുപടി ഉണ്ട്. അതാണ് ഏറ്റവും നല്ല മറുപടി. അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ ജിന്നിനെ അടിക്കാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞു, മനുഷ്യന്മാരത്തിന് അടിക്കാൻ പാടില്ല, പിന്നല്ലേ ജിന്നിനെ അടിക്കരുത്. ഒരു മനുഷ്യനെ തന്നെ അടിക്കാൻ പാടില്ല. ഇങ്ങോട്ടൊന്ന് കിട്ടിയാലും പരമാവധി ചെയ്യാം, മാപ്പാക്കാണോ വേണ്ടത്. അപ്പൊ അതാണ് സാമാന്യമായ ഒരു പണി. അങ്ങനെ നമുക്ക് പ്രമാണങ്ങളിൽ കാണില്ല. അങ്ങനെ അടിച്ചതോ അടിക്കാൻ പറഞ്ഞതോ പ്രമാണങ്ങളിൽ ഇല്ല. ആകെ ഉള്ളത് ഉസ്മാൻ ബിൻ അബിൽ ആസിന്റെ സംഭവത്തിൽ അദ്ദേഹത്തിന് നിസ്കാരത്തിന് ഒരു താല്പര്യക്കുറവും, നിസ്കരിക്കാൻ നന്നായി എത്ര നിസ്കരിച്ചു അറിയില്ല, എങ്ങനെ നിസ്കരിച്ചു എന്ന് അറിയില്ല, ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായപ്പോ അദ്ദേഹം നബിയോട് കാര്യം പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അത് ശൈത്വാനാണ്. ഇപ്പൊ അതിനർത്ഥം അങ്ങനെയുള്ളവർക്കൊക്കെ ശൈത്താൻ മേത്തുണ്ടെന്നല്ല. ഞാൻ അതും വിചാരിക്കണ്ട, എനിക്കും തന്നെ നിസ്കരിക്കാൻ നിന്നാ എത്ര പിടുത്തല്ല, എന്നാ പിന്നെ എനിക്കും ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കണ്ട. അങ്ങനെയുള്ളതൊക്കെ ശൈത്താനായിക്കോളൊന്നുമില്ല. അപ്പൊ അത് ശൈത്വാനാകുന്നു. ഏത് നബി തങ്ങൾ പറഞ്ഞു, ഉദുനു, അടുത്ത് വാന്നു. ഞാൻ നബി തങ്ങൾ അടുത്തേക്ക് ഇരുന്നു. അങ്ങനെ നബി തങ്ങൾ എന്റെ നെഞ്ചത്തൊന്ന് കൊട്ടിയിട്ട് പറഞ്ഞു, ഉഖ്റുജ് യാ അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രു, നീ പുറത്തു പോകണം. എന്നോട് വായ തുറക്കാൻ പറഞ്ഞു. നബി തങ്ങൾ എന്റെ വായിലേക്കൊന്ന് തുപ്പി. തഫല സാധാരണ ചെറിയ തുപ്പുനീരോട് കൂടിയുള്ള ഊത്തിനാണ് തഫല എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. ഒരല്പം തുപ്പുനീരോട് കൂടി ഊതുക, സാധാരണ മന്ത്രിച്ചൂതുന്ന ഊത്തുണ്ടല്ലോ, അതിനാണ് തഫല എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. അപ്പൊ ആ അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കുക. എന്നിട്ട് പറഞ്ഞു, ഇനി പൊയ്ക്കോ, എന്നെ ഏൽപ്പിച്ച പണി നീ ചെയ്തോ. അദ്ദേഹം പറഞ്ഞു, അതിന് ശേഷം പിന്നീട് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇവിടെയാണ് എന്റെ നെഞ്ചത്തൊന്ന് കൊട്ടി അല്ലെങ്കിൽ അടിച്ചു എന്നർത്ഥം വെക്കാവുന്ന വാക്ക് ഹദീസിൽ വന്നത്. ഇതാണ് ആകെ അതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ഹദീസ് നമുക്കുള്ളത്. അല്ലാത്ത ഒരു അടി പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല. റുഖിയുണ്ട്, മന്ത്രമുണ്ട്, ആ രംഗത്ത് പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്യാമെന്നല്ലാതെ മറ്റതിന് പ്രാമാണികമായി പിൻബലം ഇല്ല. പിന്നെ ചികിത്സയിൽ പ്രമാണം വേണോ വേണ്ടേ എന്ന ചർച്ച പിന്നെ ധാരാളമുണ്ട്. ചികിത്സക്ക് പ്രമാണം ആവശ്യമുണ്ടോ ഇല്ലേ? നമ്മൾ പനിച്ചാൽ പാരസിറ്റമോൾ കുടിക്കും, അത് നമ്മൾ ഡോക്ടറോട് ചോദിക്കും, ഡോക്ടറെ ഇതിനിപ്പോൾ ഹദീസ് വല്ലതും ഉണ്ടോ? ഇത് നമ്മൾ ചോദിക്കില്ലല്ലോ. പനിക്ക് ഈ ഗുളികയാണ് എന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടി, അത് ഹദീസ് ഉണ്ടോ? അപ്പൊ ചികിത്സയിൽ ഒരു പ്രമാണം ആവശ്യമില്ലല്ലോ. ഒരാളിങ്ങനെ പോകുമ്പോ വെച്ച് കുത്തി വീണു, കാലുമ മുറിവായി, അയാൾ ഒരു കമ്മ്യൂണിസ്റ്റ് അപ്പന്റെ ഇലടുത്തിട്ട് അയാളെന്ന് ഒടിഞ്ഞിട്ട് ഇതോടെ വെച്ചു, കുറച്ച് കഴിഞ്ഞപ്പോ അയാൾ മുറി മാറി. ഇതൊരു ഹദീസ് ഉണ്ടോ എന്ന് ചോദിക്കോ? ഇല്ല. അയാൾ വേറെ ആള് പറഞ്ഞു മുറിവായാൽ ഇങ്ങനെ ചെയ്താൽ മതി, അതിനിപ്പോ ഏത് ഹദീസ തെളിവ് ചോദിക്കൂല. അപ്പൊ ചികിത്സക്ക് അനുഭവം മതി, എന്നാൽ റുഖിയ്യക്ക് അനുഭവം പോരാ. മന്ത്രം നബിയിൽ നിന്ന് കിട്ടണം, സ്വഹാബത്ത് ചെയ്തതാവണം.
ഇത് കേവലം മന്ത്രമാണോ, ചികിത്സ കൂടി ഉൾപ്പെട്ടതല്ലേ? അതുകൊണ്ട് ആ ചികിത്സയുടെ ഒരു ഭാഗം എന്ന നിലയ്ക്ക് പ്രമാണത്തിൽ തന്നെ നിൽക്കേണ്ടതുണ്ടോ എന്നതൊക്കെ ചർച്ചകളുണ്ടെങ്കിലും ഏറ്റവും അവിടെ സ്വീകാര്യവും ഏറ്റവും നമുക്ക് സുരക്ഷിതമായ മാർഗം അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തും രംഗത്ത് എന്താണോ ചെയ്തത് അവിടെ തന്നെ നിൽക്കലാണ് ഏറ്റവും നമുക്ക് ഖൈറ് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്. ഇവിടെ എഴുതിക്കിട്ട് ഒറ്റ നമ്മളുള്ളത് സിഹറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ KV അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ വാദം KNMന്റെ വാദത്തിന് വിപരീതമല്ലേ എന്നാണ്. ഇപ്പോ KVയോടാണ് ചോദിക്കേണ്ടത്, മൂപ്പരുടെ വാദം എന്താണുള്ളത് മൂപ്പരോടെ ചോദിക്കേണ്ടത്. ഞാൻ പറഞ്ഞാലും KV പറഞ്ഞാലും ആര് പറഞ്ഞാലും, നീ KNM പറഞ്ഞാലും KJ പറഞ്ഞാലും അള്ളാഹും റസൂലും ആ വിഷയത്തിൽ എന്ത് പഠിപ്പിച്ചോ അതിന് വിരുദ്ധം ആര് പറഞ്ഞാലും സ്വീകാര്യമല്ല. അതിന് വിരുദ്ധം ആര് പറഞ്ഞാലും സ്വീകാര്യമല്ല. അത് ഇന്ന ആള് മറ്റാള് എന്നൊന്നുമില്ല. അത് എനിക്കും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. അഹ്ലുസുന്നയുടെ പൊതുവായ നിലപാട് അത് വിശുദ്ധ ഖുർആനിലൂടെ തിരുസുന്നത്തിലൂടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞത് അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിന്റെ അവസാന അധ്യായം വിവിധ വിഷയങ്ങൾ എന്ന ആ അധ്യായം ഒന്ന് വായിച്ചാൽ പ്രമാണങ്ങളുടെ നിലപാട് ഈ വിഷയത്തിൽ എന്ത് എന്ന് കൃത്യമായി നമുക്കന്ന് മനസ്സിലാകും. പിന്നെ അതിലൊന്ന് തെറ്റിപ്പോയി ബുദ്ധിന്റെ കാരണവും ന്യായങ്ങളും യുക്തിയും പറഞ്ഞുകൊണ്ട് ഒരുത്തൻ നിഷേധിക്കുന്നുണ്ടെങ്കിൽ ഓന് അതിന് വിട്ടുപോകാം എന്നല്ലാതെ അതും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. ഏറ്റവും അവസാനമായി ഈ സമ്മേളനത്തിന് പോലും ലഭ്യമായ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ പുറത്തിറങ്ങിയ ജിന്ന് പിശാച് റുഖിയ ശർഇയ്യ എന്ന പുസ്തകത്തിൽ ഈ സിഹറുമായി ബന്ധപ്പെട്ട് വിശദമായി പരാമർശിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞു സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്നാണ് അഹ്ലുസുന്നയുടെ തീരുമാനം. അത് നാം മുമ്പേ അംഗീകരിച്ചതാണ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് വസ്തുത. അതിനപ്പുറം ആര് പറഞ്ഞാലും അത് വസ്തുതയ്ക്ക് നിരക്കാത്തതാണ് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഏതായാലും അൽഹംദുലില്ലാഹ് നമ്മൾ വിഷയങ്ങൾ പഠിക്കുക, കാര്യങ്ങൾ കൃത്യമായി ചോദിച്ചും അറിഞ്ഞും അന്വേഷിച്ചും മാത്രമേ നമ്മൾ ഒരു വിഷയത്തിൽ ഇനി വിശ്വസിക്കേണ്ടതുള്ളൂ. ഓല് പറഞ്ഞു സർക്കാർ വന്ന് നോട്ടീസ് വന്നു, മറ്റോ പറഞ്ഞു, ഓം പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കേണ്ടതല്ല നമ്മൾ ആരും തന്നെ. അത്തരമൊരു കൂട്ടായ്മയായി നമ്മൾ ആരും മാറേണ്ടതും ഇല്ല. ഓലൊക്കെ ഇവിടെയാണ് എന്നാ ഞാനും ഇവിടെ, മറ്റൊരൊക്കെ അപ്പുറത്തെന്നാ ഞാനും അപ്പുറത്ത്, അങ്ങനെ അപ്പുറം നിൽക്കേണ്ടതല്ല ദീനീ വിഷയത്തിൽ. അങ്ങനത്തെ ഒരു അപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല. നേരെ മറിച്ച് പ്രമാണം എന്ത് പറഞ്ഞോ അതാണ് KNM, അതാണ് KJ, അതാണ് ISM, അതാണ് MSM, അതാണ് MJM. അല്ല അതൊന്നും 3 അക്ഷരം മാത്രമല്ല ഈ സാധനം. KNM എന്നുള്ള വെറുതെ ഒരു 3 അക്ഷരം, കെയർ ബാക്ക് എന്ന് പറഞ്ഞാൽ മാതിരി വെറുതെ 2 വാക്കിട്ടുണ്ടാക്കിയതൊന്നുമല്ല. അത് വെറുതെ എന്തേലും ഇടണ്ടപ്പെട്ടതാ. കെയർ രാജൻ പറഞ്ഞതാ, ഞാൻ വെറുതെ ഏതെങ്കിലും ഒരു പേരിടണ്ടേ. അപ്പൊ ഇങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് തോന്നി കുഴപ്പമില്ല, ആറും കുഴപ്പമില്ല, അങ്ങനെ മൂപ്പര പേരിട്ടത് തന്നെ, വേറൊന്നുമില്ല. അത് മൂപ്പര് പറഞ്ഞു. അപ്പൊ അങ്ങനെ വെറുതെ ഇങ്ങനെ പാട്ടുണ്ടാക്കിയപ്പോ എന്താ ഉണ്ടാക്കുക, ഞങ്ങൾ തപ്പി പിടിച്ചാൽ ഒരു കെ ഉണ്ടായിക്കോട്ടെ, ഒരു എന്നും ഒരു എമ്മും ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞ് KNM ഇട്ടതല്ല. ഇതിൽ ആദർശത്തിന്റെ പേരിൽ രൂപപ്പെട്ടപ്പോൾ ആ ആദർശത്തെ തോന്നിപ്പിക്കുന്ന ആ പ്രവർത്തനങ്ങളെ പിന്നെ എടുത്തു കാണിക്കുന്നതിന് നാമം വേണം. അപ്പൊ ഹദീസിലുണ്ട് ഭാവിയിൽ ചില മനുഷ്യന്മാര് വരും, എല്ലാ പ്രവാചകന്മാരെയും പ്രബോധിതരിൽ പോലെ പ്രത്യേകത എന്താ, ചെയ്യാത്ത കാര്യം പറയും, കൽപ്പിക്കപ്പെടാത്ത കാര്യം ചെയ്യും. അത്തരം ഘട്ടങ്ങളിൽ അവരോട് കൈകൊണ്ട് ആര് ജിഹാദ് ചെയ്തോ അവൻ മുഅ്മിനാൻ, നാവ് കൊണ്ട് ആര് ജിഹാദ് ചെയ്തോ അവൻ മുഅ്മിനാൻ, ഖൽബ് കൊണ്ട് ആര് ജിഹാദ് ചെയ്തോ അവനും മുഅ്മിനാൻ. ആ ഹദീസിൽ നിന്നാണ് മുജാഹിദ് എന്ന പദം നമ്മൾ സ്വീകരിച്ചത് എന്ന് ബഹുമാനായ കുഞ്ഞീദ് മദനി റഹിമഹുല്ലാഹ് പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ജിഹാദ് ചെയ്യുന്നവൻ അതാണ് മുജാഹിദ്. അത് മുതിർന്നവരൊക്കെ കൂടി ഇപ്പൊ നേതൃത്വത്തിൽ മുജാഹിദീൻ, ചെറുപ്പക്കാരെ പ്രത്യേകം കൂടി ഇപ്പോ ശുഭാനുൽ മുജാഹിദീൻ, വിദ്യാർത്ഥികൾ കൂടി ഇപ്പോഴാണ് MSM, സ്ത്രീകൾ കൂടി ഇപ്പോ MJM, എല്ലായിടത്തും ഒരു M ഉണ്ട്. ആ M എന്താ, ഈ ആദർശമാണ്. KNM-നും ISM-നും MSM-നും MJM-നും ഒരു അവസാനത്തെ M ഉണ്ടല്ലോ, ആ M ഈ ജിഹാദിനെ കുറിക്കുന്നു, ഈ ആദർശത്തെ കുറിക്കുന്നു. അതുകൊണ്ട് ആ ജിഹാദും ആ ആദർശം ആരെടുത്തുണ്ടോ ഓനാണ് KNM, ഓനാണ് ISM. അല്ലാതെ എത്രപ്പോഴും സ്വീകരിക്കേണ്ട അപ്പൊ ഞാനാ KNM എന്ന് പറഞ്ഞാൽ അത് KNM ആവൂല. അത് KNM-ന്റെ പേര് എഴുതിയ ഒരു പേപ്പറിന് എടുത്തിട്ട് പറയാന്നല്ലാതെ KNM-ഉം ISM-ഉം MSM-ഉം MJM ആവണോ, ഈ M ഉണ്ടാവണം, ഈ ആദർശം വേണം, ജിഹാദ് വേണം. അതുകൊണ്ട് ആ തലത്തിലെ നമ്മൾ നിൽക്കേണ്ടതുള്ളൂ. അല്ലാതെ നമ്മളാരും പക്ഷം ചേർന്ന് ഒപ്പം കൂടി നിൽക്കേണ്ട കാര്യമില്ല. കൃത്യമായി പ്രമാണം നമ്മൾ പഠിക്കുക. നമ്മൾ കൂട്ടായ്മയായി രൂപപ്പെട്ട്
ആ കൂട്ടത്തിൽ നിന്നുകൊണ്ട് പരമാവധി ദീനു പഠിക്കുക. ഇത്തരം ക്യാമ്പുകളും ക്ലാസ്സുകളും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി ദീനു പഠിച്ച് കൂട്ടമായി സ്വർഗത്തിലേക്ക് എത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. സ്വർഗത്തിലേക്ക് പോകുന്ന, സ്വർഗം ലക്ഷ്യം വെക്കുന്ന ഒരു കൂട്ടായ്മ അവിടെ ഉണ്ട്. ആ കൂട്ടായ്മയിൽ ഞാനും ഉണ്ട് എന്ന് പറയാൻ ഈ ഒരു കൂട്ടായ്മയെ പറ്റി പറ്റുമോ? എങ്കിലേ നമ്മൾ ആ കൂട്ടായ്മയിൽ നിൽക്കേണ്ടതുള്ളൂ. അല്ലാതെ നമ്മൾ ആരും ഒരു കൂട്ടായ്മയിൽ വെറുതെ ആളായി കൂടേണ്ട കാര്യമില്ല. അതുകൊണ്ടൊരു പ്രയോജനവുമില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ആളുകൾക്കല്ല പ്രധാനം, കാര്യങ്ങൾക്കാണ് പ്രധാനം. നമ്മൾ അവിടെ നിന്നൊക്കെ ഇനി മാറേണ്ടതുണ്ട്. ഇന്നയാൾ പ്രസംഗിക്കുന്നുണ്ട്, എന്നാ പോയി നോക്കുക എന്ന് ആളെ നോക്കിയിട്ട് പോണ പരിപാടിയല്ല. ഉമർ മൗലവി പറഞ്ഞപ്പോൾ ആളെ നോക്കണ്ട, കോള് നോക്കുക എന്ന് പറഞ്ഞിടത്താണ് ഇനി നമ്മൾ നിൽക്കേണ്ടത്. അതുകൊണ്ട് ദീൻ നമുക്ക് എവിടുന്ന് പഠിക്കാൻ കിട്ടോ അവിടെ നമ്മൾ ഉണ്ടാവണം. അത് എല്ലാ സ്ഥലത്തും. അല്ലാതെ ആളെ നോക്കി അവിടെ മറ്റാളാണ് അത് മറ്റാളുണ്ട് നാ അങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞ ആ അവസ്ഥയിൽ നിന്നൊക്കെ നമ്മൾ മാറി ദീനിയായ ഒരു താല്പര്യത്തിലേക്ക് നമ്മൾ മടങ്ങണം എന്ന് കൂടി സൂചിപ്പിക്കുന്നു. ഈ വിവാദവിഷയമായി അനീഫ് കായക്കുടി പറഞ്ഞൊരു മറുപടിയാണ്, ചോദ്യത്തിന് മറുപടിയില്ലേ ക്യാമ്പില്. പിന്നെ മാളത്തില് മൂത്രയിക്കാൻ പാടില്ല, അവർ എല്ലുമിന് മൂത്രയിക്കാൻ പാടില്ല. അവിടെ വാസ്തവ ജിന്റെ വാസ്തവമാണ്. അപ്പൊ ജിന്ന് ഭൗതികജീവല്ലേ ചോദിച്ചു. അപ്പോ കായക്കുടി പറഞ്ഞത് ഭൗതിക ലോകത്ത് ജീവിക്കുന്ന അബോധിജീവിയാണ് ഇതിനെ പറ്റി. അങ്ങനെ ഭൗതികം നേരത്തെ പറഞ്ഞ പോലെ ഭൗതികം അഭൗതികം ഒരു ആപേക്ഷികമായ പദപ്രയോഗമാണ്. മനുഷ്യനെ അപേക്ഷിച്ച് അതൊക്കെ അഭൗതികം എന്ന് പറയാം. അതിപ്പോ ജിന്നു മലക്കും മാത്രം മറ്റു പലതുണ്ടാവും. അങ്ങനെ ആപേക്ഷികമായി അദൃശ്യമായത് അജ്ഞാനമായത് എന്ന അർത്ഥത്തിൽ പലതിനെ കുറിച്ചും പറയാം. ശിർക്കും തൗഹീദും വേർതിരിക്കുന്നിടത്തുള്ള അഭൗതികതം കാര്യകാരണ ബന്ധത്തിന് അപ്പുറം ഇപ്പുറം എന്നാണ്. ആ അർത്ഥത്തിൽ ജിന്നും അഭൗതികമല്ല, മലക്കും അഭൗതികമല്ല, മനുഷ്യനും അഭൗതികമല്ല. ശിർക്കും തൗഹീദും വേർതിരിക്കുന്ന അഭൗതികത എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമായ കഴിവുകൾ. അത് റബ്ബിന് മാത്രമേ ഉള്ളൂ, ഒരു പടപ്പിനും ഇല്ല. മറ്റേ അഭൗതിക എന്ന പദം തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നോ ആ പേര് പറഞ്ഞുകൂടാ എന്നോ ഒന്നും അതിനർത്ഥമില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.